എനിക്ക് ആരാണ് ഈ പ്രൊമോഷൻ തരാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ എപ്പോഴും അത് ഇഗ്നോർ ചെയ്ത് കളയാറാണ് പതിവ്. അപ്പം ഇങ്ങനെ ഇത് ഭയങ്കര പിന്നെയും വന്നു ഇമെയിൽസൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയല്ലോ. അപ്പം ഞാൻ ചീപ്പ് നോക്കി കുറച്ച് സാധനം ഓർഡർ ചെയ്തു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഏതാണ്ട് ഒരു $170-180 സാധനം ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ ആകെ പേ ചെയ്തത് $35 കണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ആ പാക്കേജ് വന്നപ്പോൾ അതിങ്ങനെ ഒരു പാക്കേജിലാണ് വന്നത്, ഇങ്ങനെ ബിഗ് ഇങ്ങനെ റാപ്പ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു അത് തുറന്നു കാണിക്കുക. എന്നെപ്പോലെ ഇങ്ങനെ ക്രിയേറ്റേഴ്സ് ആണ്, കുഞ്ഞു ക്രിയേറ്റേഴ്സ് ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങളും ഇങ്ങനെ ഓർത്തിരിപ്പുണ്ടെങ്കിൽ എനിക്ക് സത്യം തന്നെയാണ്, കള്ളത്തരമൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം ഓർഡർ ചെയ്തത് പൈസ കുറഞ്ഞ സാധനങ്ങളാണ്. ബിക്കോസ് എങ്ങാനും പൈസ ചോദിച്ചെങ്കിലോ എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ നോക്കിയാണ് ഓർഡർ ചെയ്തത്. ഇങ്ങനൊരു എന്നെ ഓർഡർ ചെയ്തതെന്ന് പോലും ഓർമ്മയില്ല. നല്ലതായിട്ട് റാപ്പ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ബെറ്റ്സി, ഞാൻ ഇതെല്ലാം എടുത്ത് ആദ്യം ഇങ്ങനെ പുറത്തോട്ടിടാം. ഞാൻ കൂടുതൽ ഇങ്ങനെ ജ്വല്ലറീസ് പോലത്തേക്കാണ് ഓർഡർ ചെയ്തത്, ജസ്റ്റ് ഇൻ കേസ് ചള്ളായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊരു ക്രോസ് ബാഗ് പോലത്തെ മോഡലാന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ടീമു വലിയ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് ഇങ്ങനെ ഇടുന്ന നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അരക്കെട്ടാൻ പോകുന്ന ഒരു മോഡലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് തോന്നുന്നു നമ്മൾ നാട്ടിലെ ജ്വല്ലറി എന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന ബാഗിൻ്റെ ഒരു ലുക്കുണ്ട് ഇതിന്. പക്ഷേ ഇങ്ങനെ ഇത് സിബൊക്കെ കുഴപ്പമില്ല. സിബ് ഇങ്ങനെ ഒരു പുറത്തൊരു സിബുണ്ട് ഈ ഭാഗത്തായിട്ട്, ഇങ്ങനെ പുറത്തൊരു സിബ്, പിന്നെ വലിയൊരു സിബ്. ഇത് എനിക്ക് തോന്നുന്നത് സ്പേസ് ഒക്കെ ഉണ്ട്, സാധനങ്ങൾ വെക്കാൻ സ്പേസ് ഒക്കെ ഉണ്ട്. അല്ല നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയിന് ഇതിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് $3-4 അത്ര ഏതാണ്ടൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഇതിനൊന്നും പേ ചെയ്തിട്ട് ഇതൊക്കെ എനിക്ക് ഫ്രീ പ്രോഡക്റ്റ്സ് ആയിരുന്നു. കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ്, ഒത്തിരി ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇത് ഈ ബ്ലൈൻഡ്സ് ഇല്ലേ, ഈ ബ്ലൈൻഡ്സിൻ്റെ ഇട ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ബ്ലൈൻഡ്സിൻ്റെ ഇട ക്ലീൻ ചെയ്യാനുള്ളൊരു സാധനമാണ്. അപ്പോൾ ബ്ലൈൻഡ്സിൻ്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് ഇത് പറയുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ, അത് എത്രത്തോളം വർക്ക് ചെയ്യും, ഇത് ഫ്ലെക്സിബിൾ ഒന്നും അല്ല. എനിക്കിത് എത്രത്തോളം നല്ലതാ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഇപ്പോൾ ഇങ്ങനെ ബ്ലൈൻഡ് ഇങ്ങനെ ഇരിക്കുമ്പം ഇത് പറയുന്നത് എനിക്കിത് ഇത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ടോട്ടൽ ഒരു വേസ്റ്റ്. ഇതൊന്നും ആരും മേടിക്കണം കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചിരിങ്ങനെ ഭയങ്കര സോഫ്റ്റായി ഇങ്ങനെ ബ്ലൈൻഡ് ഇങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ കയറിയിട്ട് ഇല്ല, ഇത് നമ്മുടെ ബ്ലൈൻഡ് പൊട്ടിപ്പോകും അതുപോലെയാണ്. ഇതെനിക്കൊരു വലിയ യൂസ് തോന്നുന്നില്ല. ബാഗ് പിന്നെയും കുഴപ്പമില്ല. പിന്നെ എന്തുവാ എനിക്ക് തോന്നുന്നതൊരു നെക്ക് ചെയിനാന്ന് തോന്നുന്നു. ഇതൊരു നെക്ക് ചെയിനാണ്. ഇതുപോലെ ഞാൻ മാല ഇടാറില്ല. അപ്പം ഞാനിങ്ങനെ ചിലപ്പം ഇന്ത്യൻ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് ഓർത്ത് മേടിച്ചത്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതെനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. ഇത് വലിയ കുഴപ്പമില്ല. ഇത് ഏതാണ്ട് $1 പോലും ഇല്ല അങ്ങനത്തെ ഒരു പ്രോഡക്റ്റായത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെച്ചേക്കാം. ഇത് വലിയ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് വെച്ച് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ ഒരു സിമ്പിൾ ചെയിൻ, എന്നെ പോലെ ജ്വല്ലറീസ് ഒന്നും ഉപയോഗിക്കാത്തവർക്ക് ഇത് കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ആദ്യത്തെ ബാഗും വലിയ കുഴപ്പമില്ല. പക്ഷെ സെക്കൻഡ് പ്രോഡക്റ്റ് ടോട്ടലി വേസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് കേട്ടോ. ടീമു എന്നൊക്കെ കണ്ടിങ്ങനെ ഓഫർ എടുത്ത് ചുമ്മാ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഇത് സത്യസന്ധമാണ്. പക്ഷെ ഇതിലൊന്നും പോയി ചാടരുത് കേട്ടോ, ഇതൊക്കെ ടോട്ടൽ വേസ്റ്റാണ്. പിന്നെ ഇതൊരു വളയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
പാക്കേജിങ് ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇൻഡിവിജ്വൽ പ്രോപ്പർ പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. കളറ് പോവില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റുന്നൊരു വളയാണ്. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇതെങ്ങനെ ഇതൊരു കുഴപ്പമില്ലാത്തൊരു വളയാണ്. ഇത് കുഴപ്പമില്ല. ഇതെനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റായത്. ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇത് കുഴപ്പമില്ല. പിന്നെ ഇതും വേറൊരു നെക്ക് ചെയിനാണ്. ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇച്ചിരൂടെയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അത്ര ക്വാളിറ്റി ഒന്നുമില്ല ഇതിന്. ഇതിനു മുമ്പ് കാണിച്ച രണ്ട് ആ ഒരു ബാങ്കിളിനെ നെക്ക് ചെയിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്രയും ക്വാളിറ്റി ഒന്നുമില്ല. ഇത് ചുമ്മാ അവർ ഇതിങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ എന്നാ പറയണ്ടേ, കെട്ട് വന്നിരിക്കുവാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കും. ഇത് ഈ കുഞ്ഞു ചെയിൻ, വീണ്ടും ഈ കുഞ്ഞു ചെയിൻസ് ഒക്കെ ഇടുന്നവർക്ക് കുഴപ്പമില്ല. കുഞ്ഞു ചെയിൻസ് ഒക്കെ ഇടുന്നവർക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ചുമ്മാ ഒരു 2 ഹാർഡ് ഷേപ്സാണ് ഇവിടെ വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടില്ല ഇത്. ഇപ്പം റിട്ടേൺ എനിക്കിത് ചിലപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റിയല്ലായിരിക്കും. കാരണം ഇങ്ങനെ ഓഫറിൽ ഞാൻ പറഞ്ഞല്ലേ, ഇനി ഏതാണ്ട് $170 അത്രയും ഡോളറിന് മേടിച്ചിട്ട് അതിൻ്റെ $30 കണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ചിലപ്പം റിട്ടേൺ ചെയ്താലും കിട്ടത്തില്ലായിരിക്കും എൻ്റെ പൈസ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പേ ചെയ്തിട്ടില്ലല്ലോ. ഇത് ചുമ്മാ കുറച്ചിങ്ങനെ കുറച്ച് സ്റ്റഡ്സ് ഉണ്ട്. ഇത് കുറച്ച് ഇങ്ങനെ സ്റ്റഡ്സ്. ഇത് കുഴപ്പമില്ല. നമ്മുടെ നോർമൽ സ്റ്റഡ്സ്, ഇന്ന് സ്വർണ്ണം അല്ലാതെ ഇങ്ങനത്തെ സ്റ്റഡ്സ് യൂസ് ചെയ്ത് തന്നെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. കുഴപ്പമില്ലാത്ത കുറച്ച് സ്റ്റഡ്സ്. പിന്നെ ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കുറേ സ്മോൾ കമ്മലുകൾസാണ്. ഒന്നിനും വലിയ വിലയില്ല. എനിക്ക് ബീറ്റഡ് കമ്മലുകളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. ഇത് കിട്ടാൻ വേണ്ടി ഞാനിത് ഓർഡർ ചെയ്തത്. ഇത് കുറേ ഹൂപ്സും ഒക്കെ ആയിട്ട്. ഇത് മൊത്തം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഹൂപ്സിൻ്റെ കളക്ഷൻസാണ് എനിക്ക് തോന്നുന്നു. ഇതുണ്ടെങ്കിൽ എൻ്റെ കുറേ ഓരോന്നോരോന്നൊന്നും എടുത്ത് കാണിക്കുന്നില്ല. എനിക്ക് കുറേ ഹൂപ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. ഇതടുത്ത ഹൂപ്സ്. ഇതെല്ലാം കുറേ ഇങ്ങനെ ഹൂപ്സിൻ്റെ കളക്ഷൻസാണ് വരുന്നത്. ഇതും കുഴപ്പമില്ലാത്തൊരു പർച്ചേസ്. ഇതിനൊന്നും വലിയ പൈസ ഞാൻ ഷീനിന്ന് ഇതുവരെ മേടിച്ചിട്ടില്ല. അതും എനിക്കിങ്ങനെ ഇതിങ്ങനെ നല്ല ജെന്യൂൻ ആണോ എന്നൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നതാണ്. ഷീനിനേക്കാൾ ഒത്തിരി ചീപ്പായത്. ഷീനിൻ്റെ പോലും പൈസ ഇല്ല ഇതിന്. നാട്ടിലിതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നാട്ടിലിങ്ങനെ എല്ലാം ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലിതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് ഇത് സംഭവം ഇതെന്നാ പറയുക, നമ്മൾ ഈ എണ്ണയ്ക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് സാധനം ഉണ്ടാക്കുമ്പോൾ ഈ പഴംപൊരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും. പിന്നെ മറിച്ചിടാൻ എന്നെ പോലെ പേടിയുള്ളവർക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഗ്രാബ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാം. അതിന് വേണ്ടിയുള്ളൊരു സാധനം. ഇത് യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യൂസ് ചെയ്ത് കാണുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഓർത്ത പോലെയല്ല. ഇത് ഞാൻ വിചാരിച്ചു ഒരു സിമ്പിൾ ഇങ്ങനത്തെ സ്കേർട്ടായിരിക്കും എന്ന്. പക്ഷെ ഇതിൻ്റെ അത് ഇങ്ങനെ ഗ്ലിറ്ററി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാതെ നോക്കുവാണെങ്കിൽ ഒരു ഹാഫ് നല്ല സ്കേർട്ടാണ്. അകത്ത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ. അകത്ത് ലൈനിങ് ഒന്നുമില്ല. നമ്മളകത്ത് വേറെ പോലെ ഇടേണ്ടി വരും. അല്ലാതെ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു നല്ല സ്കേർട്ടാണ്. പക്ഷേ അത് എനിക്ക് ലൈനിങ് ഇല്ലാത്ത അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇങ്ങനെ അടിയിൽ ഷോർട്സ് ഇടുന്ന വലിയ എനിക്കിഷ്ടമില്ല. പിന്നെ എനിക്ക് ഈ ഒരു ഗ്ലിറ്ററി എനിക്ക് തോന്നുന്നത്
നേരിട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ഗ്ലിറ്ററി ആയിട്ടാണ് ഫോണിൽ കാണുന്നത്. ഈ ഗ്ലിറ്ററി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാതെ അത് ഗ്ലിറ്ററി എടുത്ത് കാണിച്ച് ചിലപ്പോൾ കാണിച്ചാണ്, ഞാൻ ശ്രദ്ധിക്കാതെ ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കാം. പിന്നെ ഇത് ശരിക്കും ഗാർലിക് ജിഞ്ചർ ഇങ്ങനെ എന്നാ പറയുക, ഈ ഗാർലിക്കൊക്കെ ഇങ്ങനെ നിലത്തിട്ടിട്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വർക്ക് ചെയ്യുമോ നിൽക്കത്തില്ല. ഗാർലിക് ജിഞ്ചറൊക്കെ നമ്മളിപ്പോൾ ഒരു കറിക്കൊക്കെ നമ്മൾക്ക് ഒരു ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്കത് ചുമ്മാ ചോപ്പർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിലത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പ്രഷർ ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പം അതിങ്ങനെ ഒരു ഗ്രൈൻഡ് പോലെ ചെയ്ത് കിട്ടും. അതിനുള്ള വർക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വാഷ് ചെയ്യാൻ ഈ ഒരു വശത്ത് മാത്രമേ തുളയുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വാഷ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെള്ളം കളയാം. പക്ഷെ ഇത് ടു സ്മോളാണ് ഞാൻ നോക്കിയിട്ട്, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് സെപ്പറേറ്റ് കവറിങ്ങിലൊക്കെ വന്നിരിക്കുന്നത്. ഇതെനിക്കിങ്ങനെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചത്. എനിക്ക് ഇതിൻ്റെ ശരിക്കും സ്വർണത്തിൻ്റെ മാലയും ചെയിനും ഒക്കെ ഉണ്ട്. അത് അതുപോലെയൊക്കെ ഇരിക്കുമെന്ന് ഓർത്ത് മേടിച്ച് അതുപോലെയൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. ഇത് കുഴപ്പമില്ല. ഇത് നല്ല കേട്ടോ, ഇത് നല്ല ഇച്ചിരി കനമൊക്കെ ഉണ്ട്, പക്ഷേ ഷൂട്ട് നല്ല പ്രോഡക്റ്റ്. ഇതാ ഇങ്ങനെ ഈ ചെയിൻ പോലത്തെ നമുക്ക് ലൂസാക്കിയൊക്കെ ഇടാം. ഇങ്ങനത്തെ ഒരു ചെയിൻ നല്ല, ഇത് കുഴപ്പമില്ലാത്ത നല്ല ഇതില്ല. എന്തൊക്കെയാ നമ്മൾ കളയുന്ന ഒന്നുകൂടെ നോക്കി കളയണം, കാരണം എല്ലാം ഈ കുഞ്ഞു സാധനം ആയതുകൊണ്ട്. ഇത് എനിക്ക് തോന്നിയ 2 ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു, ക്വാളിറ്റി നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊക്കെ $10 പോലും ഇല്ല. ഇതൊരു ഷർട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു ഷർട്ട്, ഒരു സിമ്പിൾ ഒരു ഷർട്ട്. ഇതിന് ശരിക്കും എനിക്ക് കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിലും ചിലപ്പം ഇതിൽ കുറവിനേനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തുവാ, ഞാൻ പിള്ളേരെ കണ്ടപ്പം ലിയമിനിടാന്ന് ഓർത്തോണ്ട് മേടിച്ചത് ടീഷർട്ട്. അവനിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു മെറ്റീരിയലാണ് ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ, ബനിയൻ ടൈപ്പ്. കുഴപ്പമില്ലാത്തൊരു ബനിയൻ ടൈപ്പ്. ഇതുണ്ടോ, 4 ടീഷർട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, 4 ടീഷർട്ടിന് ഏതാണ്ട് $10 അത്രയും കണ്ടേ ഉള്ളൂ. ഈ 4 ടീഷർട്ട് കുഴപ്പമില്ല. പിന്നെ ഇത് ചുമ്മാ ഇങ്ങനെ ഒരു ഉടുപ്പ് പോലത്തെ, ഇതൊന്നും ചുമ്മാ ഇങ്ങനെ ഉണ്ടോ, കുഴപ്പമില്ലാത്തൊരിത്. എനിക്ക് തോന്നുന്നത് മുട്ടിൻ്റെ മോളിൽ കിടക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സ്, കുഴപ്പമില്ല. പിന്നെ ഞാനിങ്ങനെ എന്നെപ്പോലെ ഉള്ള ഈ ടീമൂന്ന് ഇങ്ങനെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ഓർഡർ ചെയ്യാൻ വന്ന് മേടിച്ചാണ് ഞാൻ. അല്ലാതെ ഇത് ഞാൻ ലിയമിനോട് എല്ലായിടത്തും കാണുമ്പോൾ വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇതിന് പുറത്തുനിന്ന് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇതിന് ഭയങ്കര പൈസ. അപ്പം ഞാനിത് വേർത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ മേടിച്ചത്. ഇതിൻ്റെ അത് കണ്ടപ്പോൾ ഏതാണ് $5 കണ്ടല്ലോ, അങ്ങനെ മേടിച്ചതാണ്. നമ്മൾ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പാവയത്. അപ്പം അങ്ങനെ നോക്കി മേടിച്ചത്. വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതെങ്കിലും പ്രോഡക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഇതെങ്ങനെയുണ്ടെന്ന് അറിയണം മേടിക്കാൻ അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ മതി. അല്ലാതെ ഇത് ഷേക്ക് ഇറ്റ് ഡാൻസിങ് ക്യാൻ ഡാൻസ് ആൻഡ് സ്വിങ്. അവർ വന്ന് 2 ബാറ്ററി റെക്കോർഡിംഗ് ഫംഗ്ഷൻ, ലോങ് പ്രസ് ടു ഹിയർ ദ സോങ്, സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്തോ ബട്ടൺ 1 ബട്ടൺ 2 ഒക്കെ ഉണ്ട്. എവിടെയാണ് കണ്ടുപിടിക്കണം. അതനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ പറയുന്നൊക്കെയാണ് പറയുന്നത്. 2 ബാറ്ററീസ് ഒക്കെ ഇട്ടാൽ. ഇത് എല്ലാവർക്കും അറിയാവുന്ന, ഇത് ഭയങ്കര, ഞാൻ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുള്ള, നാട്ടിൽ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഇത്. പിന്നീട്
ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റമാണ്. ഇത് വർക്ക് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കാം. ഇത് ഒരു ഷൂ സ്റ്റാൻഡാണ്. ഇതും പിടിപ്പിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ പൈസയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ്. ഇതിപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇവിടുന്ന് ഒരു ടോപ്പോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ പാൻറ്റ് H&M-ലൊക്കെ പോയി എടുക്കണേ ഒരു പാൻറ്റിന് ആവും $40-50 ആവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും സാധനം ഈ ഒരു പാൻറ്റിൽ ടോപ്പിൻ്റെ പൈസയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ അത് ലാഭമാണ്. പക്ഷെ ക്വാളിറ്റി വൈസ് നോക്കുമ്പം ഇതൊന്നും കുഴപ്പമില്ല. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ ഒരു പുതിയതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ടാണോ അതോ അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് സപ്ലൈ യൂണിറ്റിലുള്ള കോസ്റ്റ് കട്ടിങ്ങോ അങ്ങനെ വല്ലതും കാരണമാണോ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പ്രോഡക്ട്സിനൊക്കെ വിലക്കുറവാണ്, പക്ഷെ ഒത്തിരി നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ല, കുഴപ്പമില്ലാത്ത പ്രോഡക്ട്സ് ആണ്, കുഴപ്പമൊന്നുമില്ലാത്ത